ഒന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് എവിടെന്നാണ്? മിൻ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ പേരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. സിദ്ദീഖ് എന്ന പേര് നബി തങ്ങൾ നൽകിയ പേരാ. സിദ്ദീഖ് തങ്ങളുടെ യോഗ്യത എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, ഇഷ്ഖാണ്. സിദ്ദീഖ് തങ്ങളെക്കാൾ ഹജ്ജ് ചെയ്തവരുണ്ട്, സിദ്ദീഖ് തങ്ങളെക്കാൾ കൂടുതൽ റമളാനിൽ നോമ്പെടുത്തവരുണ്ട്, സിദ്ദീഖ് തങ്ങളെക്കാൾ എണ്ണത്തിൽ സുന്നത്ത് നിസ്കരിച്ചവരുണ്ട്. പക്ഷേ സിദ്ദീഖ് തങ്ങളോട് അടുക്കാൻ പദവി കൊണ്ട് കഴിയാത്തതെന്താണ്? ഹബീബായ നബി തങ്ങളോടുള്ള ബന്ധമാണ് മോനെ. കണ്ടില്ലേ, മഹാനരായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഒരിക്കൽ ചില ആളുകൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ടവര് പറയുകയാണ്, അവർ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മഹത്വം പറയുകയാണ്. അത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ കേമനാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എന്ന ഒരു ധ്വനി വന്നുപോയി. ചിലർ വന്ന മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളെ മദ്ഹ് ചെയ്തു. അവര് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെക്കാൾ വലിയ മഹാനാണ് നിങ്ങൾ എന്ന നിലക്ക് മദ്ഹ് ചെയ്തു പോയി. ആരാണ് പറയുന്നത്? താബിഈയായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു സീരീൻ ആരാണ്? വലിയ സൂക്ഷ്മതയുള്ള വലിയ മഹാനാണ്. സുന്നത്തുകളെ വളരെ പരിപാലിക്കുന്ന മഹാനാണ്. ഇബ്നു സീരീൻ തങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനം വെച്ചുകൊണ്ട് നമ്മൾ അതുപോലെ അങ്ങ് അടിച്ചാൽ അങ്ങനെ തന്നെ അങ്ങ് ആകുമെന്നാരും വിചാരിക്കണ്ട. ഇബ്നു സീരീൻ തങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനം അവിടുത്തെ തഖ്വ കൊണ്ട് ഖൽബിലേക്ക് ലഭിച്ച നൂറാണ്. അതിന്റെ ഏറ്റവും വലിയ സ്രോതസ് നൂറാണ്, അല്ലാഹുവിൽ നിന്നുള്ള വെളിച്ചമാണ്. അതുപോലെ ആകാം, അത് വായിക്കാം. പക്ഷേ ആ ബുക്ക് വായിച്ചതുകൊണ്ട് ഞാൻ ഇബ്നു സീരീനായി പോയി എന്നാരും വിചാരിക്കണ്ട. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് വലിയ തഖ്വയുടെ ഉടമയാണ്. മഹാനവറുകളെ പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പോകാൻ എനിക്ക് കഴിയില്ല. എന്റെ മഹാനവറുകൾ വലിയ വറഇന്റെ ആളാണ്, സൂക്ഷ്മതയുടെ ആളാണ്. മഹാനവറുകളുടെ ഉപജീവന മാർഗം എണ്ണക്കച്ചവടമായിരുന്നു. ഇബ്നു സീരീൻ തങ്ങളുടെ കടയിലേക്ക് എണ്ണ കൊണ്ടുവന്ന എണ്ണയിൽ അതാ ഒരു എലിയുടെ പാർട്സ് കാണുന്നുണ്ട്. ഇബ്നു സീരീൻ തങ്ങൾ നോക്കി, എണ്ണയിൽ എവിടെന്നാണ് എലി വന്നത്? അപ്പോൾ ഇത് ചക്കിൽ ഇട്ടുകൊണ്ട് ആട്ടുന്ന സമയത്ത് എലി കുടുങ്ങിയതായിരിക്കും. ഈ കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ ഭരണിയിലെയും ഈ എണ്ണയിൽ ഈ എലിയുടെ അംശം വരാനിടയുണ്ട്. ഇത് ഞാൻ മുതലാളിക്ക് തിരിച്ചു കൊടുത്താൽ മതി, പക്ഷേ അയാള് വേറെ കച്ചവടം ചെയ്തു കളയും. എനിക്കിത് കച്ചവടം ചെയ്യാനും കഴിയില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് മടക്കി വിട്ടാൽ ഈ എലിയുടെ ഭാഗങ്ങൾ എടുത്തു കളഞ്ഞിട്ട് അവര് വേറെ കച്ചവടം ചെയ്തെന്ന് വരും. ഞാൻ കച്ചവടം ചെയ്യാൻ എനിക്കെന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്താണ് ചെയ്യുക? ഇത് മുഴുവനും അങ്ങ് കമഴ്ത്തിക്കളയുകയാണ്. ഇബ്നു സീരീൻ തങ്ങൾ വലിയ കടക്കാരനായി മാറിപ്പോയി. കടത്തിൽ കുടുങ്ങിയ മോമിനീങ്ങൾക്കുള്ള വലിയ പാഠമാണിത്. കാരണം കടത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനോട് അതിൽ നിന്ന് സലാമത്താകാൻ ദുആ ചെയ്യണം. ഏതുവരെയാണ് ഇതെത്തുക എന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ തങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ടാണ് ഇതെടുത്തങ്ങ് കളഞ്ഞത്. പക്ഷേ എണ്ണ തന്നയാൾക്ക് പൈസ കൊടുക്കണമല്ലോ.
അയാൾക്ക് പൈസ കിട്ടാത്ത കാരണത്താൽ കേസ് കൊടുക്കുകയാണ്. ഇബ്നു സീരീൻ തങ്ങൾ ജയിലിൽ അടച്ചുപോയി. അല്ലാഹുവിനെ ഓർത്തിട്ട് കേടുവന്ന സാധനം കച്ചവടം ചെയ്ത് വരുമാനമുണ്ടാക്കാത്ത കാരണത്താൽ ഇബ്നു സീരീൻ തങ്ങൾ ജയിലിലായി. ഇബ്നു സീരീൻ തങ്ങളുടെ ജീവിതം കണ്ട പാറാവുകാരൻ പറയുകയാണ്, ഓ മഹാനവറുകളെ, നിങ്ങളെക്കുറിച്ച് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് രാത്രിയാകുമ്പോ ജയിലിന്റെ സെല്ല് ഞാൻ തുറന്നു തരാം. നിങ്ങൾ വീട്ടിൽ പോയിക്കോ. നേരം വെളുക്കുന്നതിന് മുമ്പ് വന്ന് സെല്ലിൽ കിടന്നാൽ മതി. ഒരു കംപ്ലൈന്റും ഉണ്ടാവൂല. നിങ്ങൾക്ക് വീട്ടിൽ ഉറങ്ങാം. ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞു, അങ്ങനെ വഞ്ചിക്കാൻ ഞാനില്ല, അങ്ങനെ പറ്റിക്കാൻ ഞാനില്ല. ഞാൻ ഈ ശിക്ഷ അനുഭവിക്കാൻ അർഹനാണ്. അയാൾക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടല്ലേ. ഞാനിവിടെ കിടന്നോളാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇബ്നു സീരീൻ തങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട സ്വഹാബിയുൽ ജലീൽ അനസ് ബിൻ മാലിക് തങ്ങൾ വഫാത്തായി പോയി. അനസ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്, ഞാൻ മരിച്ചാൽ ഇബ്നു സീരീൻ ഇമാമത്ത് നിൽക്കണം. അങ്ങനെ എല്ലാവരും കൂടി ജയിലിലേക്ക് വന്നു. വന്നിട്ട് പറഞ്ഞു, ഇബ്നു സീരീനെ, സ്വഹാബിയായ അനസ് ബിൻ മാലിക് തങ്ങൾ നിങ്ങളുടെ ഗുരുവര്യരാണ്, വഫാത്തായി പോയി കേട്ടോ. അതുകൊണ്ട് അവിടുത്തെ ജനാസയ്ക്ക് ഇമാമത്ത് നിൽക്കാൻ വരണേ. ഞാൻ ജയിലിൽ കിടക്കുന്ന ആളാണ്, ഞാനെങ്ങനെ വരാനാണ്? അത് ഞങ്ങൾ ഗവൺമെന്റിനോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് വിട്ടുതരാം. ഇമാമത്ത് നിൽക്കാൻ വരാൻ നിങ്ങൾക്കൊരു പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. ഇല്ല, ഞാൻ വരൂല്ല. ഞാൻ ആർക്കാണോ കടം തിരിച്ചു കൊടുക്കാനുള്ളത്, ഞാൻ ആർക്കാണോ പണം തിരിച്ചു കൊടുക്കാനുള്ളത്, അയാളുടെ സമ്മതമില്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല്ല. മഹാനരായ ഇബ്നു സീരീൻ തങ്ങളുടെ ഇടപാടുകാരനോട് ആളുകൾ പോയി ചോദിച്ചു, ഇബ്നു സീരീനെ ഞങ്ങളൊന്ന് ഇറക്കിക്കോട്ടെ. അനസ് ബിൻ മാലിക് തങ്ങളെന്ന സ്വഹാബിയുടെ ജനാസയ്ക്ക് ഇമാമത്ത് നിൽക്കാനാണ്. അയാളുടെ സമ്മതം കിട്ടിയപ്പോൾ ഇബ്നു സീരീൻ തങ്ങൾ ഇറങ്ങി. നേരെ അനസ് ബിൻ മാലിക് തങ്ങളുടെ ശരീരത്തിന്റെ അടുക്കലേക്ക് വന്നു. അനസ് തങ്ങൾ വഫാത്തായ അന്ന് ബസറയിലെ ഒരൊറ്റ പള്ളിയിലും അസ്റിന് ജമാഅത്തിന് ഒരു ആള് പോലും ഉണ്ടായില്ല. എല്ലാവരും അനസ് ബിൻ മാലിക് തങ്ങളുടെ അടുക്കലാണ്. ചരിത്രം ഞാൻ വഴിമാറിപ്പോകുന്നില്ല. മഹാനായ ഇബ്നു സീരീൻ തങ്ങൾ വരികയാണ്. വന്നിട്ട് ഇമാമത്ത് നിന്നിട്ട് നേരെ ജയിലിലേക്ക് തിരിക്കുകയാണ്. വീട്ടുകാര് പറഞ്ഞു, നാട്ടുകാര് പറഞ്ഞു, ഒന്ന് വീട്ടിൽ പോയി മക്കളെയും കുടുംബത്തെയും കണ്ടിട്ട് പോയാൽ പോരെ. ഇല്ല, എനിക്ക് സമ്മതം തന്നത് ഇവിടെ നിസ്കരിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ പോവുകയാണ്. അത്രയും വലിയ വറഇന്റെ ഉടമയായിരുന്നു, സൂക്ഷ്മതയുടെ ഉടമയായിരുന്നു മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു എന്ന താബിഈ. നമ്മൾ മഹാന്മാരുടെ ജീവിതം പഠിക്കേണ്ടവരാണ്. അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടവരാണ്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തഖ്വ നൽകുമാറാകട്ടെ, വറഅ് നൽകുമാറാകട്ടെ. ഹലാല് കൊണ്ട് മാത്രം തൃപ്തിപ്പെടാനുള്ള മനസ്സ് അല്ലാഹു നൽകട്ടെ. പ്രിയമുള്ളവരെ, അറിയണം, ആ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. എന്തേ മഹാനവറുകൾ പറയുന്നത്? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്ത ഒരാൾ പറഞ്ഞു വന്നപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളെക്കാൾ വലിയ മഹാനാണെന്ന നിലക്ക് വന്നുപോയി. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, വേണ്ട, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും മെയിനാവുകയല്ല.
ഞാൻ വലിയ ആളായി പോയി സിദ്ദീഖുൽ അക്ബർ തങ്ങളെക്കാൾ എന്ന നിലക്ക് ഇളിയുകയല്ല. കരഞ്ഞുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈലത്തും മിൻ ലയാലി അബീ ബക്കർ അഫ്ളലു മിൻ ഉമരി ഉമറാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനമാണ്. ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലയോ ജനങ്ങളെ, ലൈലത്തും മിൻ ലയാലി അബീ ബക്കർ അഫ്ളലു മിൻ ആലി ഉമറ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കുടുംബത്തേക്കാൾ ഈ ഉമറിന്റെ ജീവിതം മുഴുവനും നൽകാം. അതിനേക്കാൾ വലിയ മൂല്യമുള്ളത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു രാത്രിയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു രാത്രി എനിക്ക് തരാമോ? എന്റെ ജീവിതം മുഴുവനും ഞാൻ സിദ്ദീഖിന് കൊടുക്കാം. റളിയല്ലാഹു അൻഹുമാ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു രാത്രിക്ക് പകരമാകില്ല എന്റെ ജീവിതം മുഴുവനും. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു രാത്രിക്ക് പകരമാകില്ല എന്റെ കുടുംബം മുഴുവനും. ആ രാത്രി ഏതാണ്? ലൈലത്തുൻ ബഅത മഅ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗാരി സൗർ. സൗർ ഗുഹയിൽ നബി തങ്ങളോടൊപ്പം കഴിച്ചുകൂട്ടിയ ആ ഒരു രാത്രിക്ക് പകരമാകാൻ ഈ ഉമറുൽ ഫാറൂഖിന്റെ ജീവിതത്തിന് മുഴുവനും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, വദിത്തു അൻ അകൂന ശഅറതൻ ഫീ സദ്രി അബീ ബക്രിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തെ ഒരു രോമമായി ഞാൻ മാറിയിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം റസൂലുള്ളാഹിനെ അത്രയും ഇഷ്ടം വെച്ച ആളാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ യോഗ്യത മുഴുവനും അവിടുത്തെ നെഞ്ചത്തെ ഒരു രോമത്തേക്കാൾ എന്റെ ജീവിതത്തിന് വിലയില്ല. കാരണം റസൂലുള്ളാഹിനെ ഇഷ്ക് വെച്ച മഹാനാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ജീവിതം മുഴുവനും ലിറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. അറിയുമോ സഹോദരന്മാരെ, സംഭവങ്ങളിലേക്ക് കടക്കാനുള്ള നേരമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇമാം മുസ്ലിമിന്റെ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൗ കുന്തു മുത്തഖിദൻ ഖലീലാ ലത്തഖൽതു അബാ ബക്രിൻ ഖലീലാ. ഞാൻ ഒരാളെ ഖലീലായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ, അങ്ങേയറ്റത്തെ ആത്മമിത്രമായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ, ലത്തഖൽതു അബാ ബക്രിൻ ഖലീലാ, അബൂബക്കറിനെ ഖലീലാക്കുമായിരുന്നു. പിന്നെന്തേ പറ്റാത്തത്? സാഹിബുക്കും ഖലീലുല്ലാഹ്, എന്റെ ഇഷ്ടത്തിന്റെ അങ്ങേയറ്റം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് മുഅ്മിനീങ്ങൾ. എന്റെ ഇഷ്ടം മുഴുവനും എന്റെ റബ്ബിന് കൊടുത്തുപോയി, അല്ലാഹുവിന്റെ ഖലീലായി പോയി. തൊട്ടടുത്തുള്ള മഹബ്ബത്ത് എനിക്ക് സിദ്ദീഖിനോടാണ് എന്ന് അതിൽ അർത്ഥമുണ്ട്. അല്ലാഹുവിനോട് ഏറ്റവും വലിയ ഹുബ്ബ് കൊടുത്തുപോയി. പിന്നീട് എനിക്ക് ഇഷ്ടമുള്ള ആളാണ് സിദ്ദീഖുൽ അക്ബർ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബിന് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീന്തറിയാം. ഹബീബ് പറഞ്ഞു, ഞാൻ ജുഹ്ഫയിലെ കുളത്തിൽ നിന്ന് നീന്തു പഠിച്ചിട്ടുണ്ട്. നീന്തൽ എനിക്കറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ സ്വഹാബത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ
ജലാശയത്തിന്റെ അടുക്കൽ എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇറങ്ങിയിട്ട് കുളിക്കാറുണ്ട്. ഒരിക്കൽ അങ്ങനെ സ്വഹാബത്തിന്റെ കൂടെ കുളിക്കാൻ ഇറങ്ങിയതാണ്. അല്പനേരം കഴിഞ്ഞപ്പോ ഹബീബ് പറയുകയാണ്, കൂട്ടുകാരെ, നിങ്ങളെല്ലാം നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ അടുക്കലേക്ക് നീന്തി അടുത്തോളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും അടുപ്പമുള്ള മുഹിബ്ബാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിൽ വലിയ ജോഡികൾ കൂടി. അബ്ബാസ് റളിയല്ലാഹു അൻഹു പിടിക്കാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്, വേറെ ഒന്നുമല്ല. അത് പലപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ മഴയില്ലാത്ത ഘട്ടം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയായ ഖലീഫമാരിൽ രണ്ടാമത്തെയാൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മഴ അല്ലാഹുവിനോട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ പോയി ചോദിക്കാം, അതൊരു മാർഗമാണ്. നബി തങ്ങൾ കാണിച്ചു തന്ന രീതി ഉപയോഗിച്ച് ചോദിക്കാം, അത് മറ്റൊരു മാർഗമാണ്. അതെന്താണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഇങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് മഴ തരണം, ഞങ്ങൾക്ക് മഴ വേണം. ഓ അബ്ബാസ് തങ്ങളെ, നിങ്ങൾ ദുആ ചെയ്യണം. അബ്ബാസ് തങ്ങൾ വലിയ പൊങ്ങൽ കാണിച്ചില്ല, വലിയ ഗമ കാണിച്ചില്ല. അബ്ബാസ് തങ്ങൾ ഒരൊറ്റ കരച്ചിൽ. എന്നിട്ട് പറയുന്നു, അല്ലാഹ്, എന്റെ കയ്യിൽ ഉമർ പിടിക്കാനുള്ള കാരണം ഞാൻ ആരുമായതുകൊണ്ടല്ല, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായി എന്ന കാരണം മാത്രമാണ്. നിന്റെ അടുക്കൽ ഇങ്ങനെ കുടുംബ ബന്ധത്തിന് വലിയ വിലയുണ്ട്, അത് നിന്റെ ഖുർആനിലുണ്ടല്ലോ. അല്ലാഹുവേ, കുടുംബ ബന്ധത്തിന് വലിയൊരു വിലയുണ്ട് നിന്റെ അടുക്കൽ, അത് നിന്റെ ഖുർആനിലുള്ളതാണ്. എവിടെ? വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിലെ അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ബിൽ മദീനതി വകാന അബൂഹുമാ സാലിഹാ. മൂസാ നബി അലൈഹിസ്സലാമിനും ഖിദ്ർ അലൈഹിസ്സലാമിനും വെള്ളം കൊടുക്കാതിരുന്ന ജനത അവരുടെ മതിൽ നന്നാക്കാൻ ബഹുമാനപ്പെട്ട ഖിദ്ർ അലൈഹിസ്സലാം ദുആ ചെയ്തു. മൂസാ നബി ചോദിച്ചു, വെള്ളം തരാത്ത ജനതയ്ക്ക് എന്തിനാണ് നിങ്ങൾ ദുആ ചെയ്തത്? കാന അബൂഹുമാ സ്വാലിഹ. ആ മതിലിന്റെ അടിയിൽ അതാ യതീമുകൾക്കുള്ള സ്വത്തുണ്ട്. അവര് വലിയ മഹാന്മാരായതുകൊണ്ടല്ല, അവരുടെ വാപ്പ സ്വാലിഹായിരുന്നു എന്ന കാരണത്താൽ അവരുടെ സ്വത്ത് നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ഒരു ബന്ധത്തെ നീ ഖുർആനിൽ പരിഗണിച്ചിട്ടുണ്ടല്ലോ റബ്ബേ. അതുപോലെ അമ്മുൻ നബി എന്ന നിലക്കാണ് എന്റെ കയ്യിൽ ഉമർ പിടിച്ചിട്ടുള്ളത് റളിയല്ലാഹു അൻഹുമാ. മഴ തരണേ റബ്ബേ. മഴ കിട്ടിപ്പോയി സഹോദരന്മാരെ. പറഞ്ഞു വന്നത് സ്വഹാബത്തിന്റെ ഇടയിൽ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. വിഷയം പരന്നു പോകുന്നില്ല, സമയമേറെയായി പോകും. ആ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അബ്ബാസ് തങ്ങളുടെ അടുക്കലേക്ക് അതുപോലെ ഓരോ സ്വഹാബിമാരും ജോഡിയായി എല്ലാവരും അവരുടെ ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ അടുക്കലേക്ക് നീന്തിയെടുത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുകയാണ്. എല്ലാവരും ജോഡിയായി, എല്ലാവരും ഒന്ന് നിന്നേ. എല്ലാവരും നിന്നപ്പോൾ ജോഡികളായി നിൽക്കുകയാണ്. രണ്ടുപേര് മാത്രം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ്, മറുഭാഗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കെല്ലാം കൂട്ടുകാരുണ്ട്, എന്റെ സിദ്ദീഖിനും എനിക്കില്ല. ഞങ്ങൾ രണ്ടും തന്നെ കൂട്ടുകാർ. നീന്തി അങ്ങടുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. സ്വഹാബത്തിന്റെ അടുക്കൽ കാണിച്ചു കൊടുക്കുകയാണ്, ഞാനും സിദ്ദീഖും തമ്മിലുള്ള ബന്ധമെന്താണെന്ന്.
നബിതങ്ങൾ ആദ്യമേ അങ്ങ് അടുത്താൽ ചിലപ്പോ സ്വഹാബത്തിനത് ഉൾക്കൊള്ളാൻ വേഗം കഴിയില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് അങ്ങനങ്ങ് നീന്തി അടുക്കാൻ ധൈര്യം വരുന്നില്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഞാനും സിദ്ദീഖും തന്നെ അസ്ദിഖു ഫിൽ ഗാരി വസ്ദിഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീ. ബുസൈരി ഇമാം റളിയല്ലാഹു അൻഹു പ്രയോഗിച്ച പദമെന്താണ്? അസ്ദിഖു. ഹബീബായ നബിതങ്ങൾ സിദ്ഖാണ്. കൂടെയുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്? സിദ്ദീഖാണ്. സിദ്ഖും സിദ്ദീഖുമായ രണ്ടുപേർ, ആ മഹാന്മാരായ രണ്ടുപേർ, അവർ തമ്മിലുള്ള ബന്ധമെന്താണ്? ഇന്ന് അതൊരു പരമ്പരയായി തുടങ്ങാൻ പോലും നേരമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളും തമ്മിൽ സ്നേഹം ജ്വലിച്ച രംഗങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കാഞ്ഞങ്ങാടി എന്റെ പ്രസംഗത്തിന്റെ വിഷയം മുഴുവനും അതായിരുന്നു. അതിന്റെ പകുതി ഭാഗമാണ് താനൂരിൽ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് അവതരിപ്പിച്ചത്. എല്ലാം അവര് തമ്മിലുള്ള ബന്ധം തന്നെ അയിമ്മത്ത് എഴുതി വെച്ചുപോയി. സുബുലുൽ ഹുദയിൽ ഇമാം ഖുർത്തുബി എഴുതി വെച്ചുപോയി. അൻ-നളറാഫി മനാഖിബുൽ അശറിയിൽ അബ്ബാസ് മഹ്മൂദുൽ അഖാദി എഴുതിപ്പോയി. അബ്ഖരിയത്തു സിദ്ദീഖിൽ ഇബ്രാഹിം മുല്ലാ ഖാതിറുൽ അസ്സാമി എഴുതിപ്പോയി. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളിൽ, സ്വഹാബത്തിന്റെ മഹത്വം പറയുന്ന ഗ്രന്ഥത്തിൽ അബ്ദു യമാനി വിശദമായി തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങളും സ്വഹാബത്തും ഒക്കെ തമ്മിലുള്ള ബന്ധം എഴുതിപ്പോയി. ഇതുപോലെ മഹാന്മാരായ അയിമ്മത്ത് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ മുഴുവനും ബർക്കത്ത് നിങ്ങൾക്ക് നൽകണേ റഹ്മാനേ. കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും തമ്മിലുള്ള യോജിപ്പ് എന്താണ്? കേട്ടോ സഹോദരന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗമായാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് രോഗമായി പോയി. മരിദൽ ഹബീബ് ഫസുർതുഹു ഫമരിദതു മിൻ നദരി ഇലൈഹി. ഹബീബിന് രോഗം വന്നു, അത് കണ്ടപ്പോ ഞാനും രോഗിയായി പോയി. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ്. അന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വയസ്സ് 60 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ വയസ്സിൽ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായി. രണ്ടുപേരും വഫാത്തായത് തിങ്കളാഴ്ചയാണ്. രണ്ടുപേരും വഫാത്തായത് മദീനയിലാണ്. രണ്ടുപേരുടെയും ജനാസകൾ കൈകാര്യം ചെയ്തത് ഒരേ കൈകളാണ്. രണ്ടുപേരും കിടക്കുന്നത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്, ഒരേ സ്ഥലത്താണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വലിയ മഹബ്ബത്തുണ്ടെങ്കിലും ആദരവ് കൊണ്ട് വലിയ ബേജാറാണ്. ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ അബൂ ഖുഹാഫയുടെ മകൻ നബിതങ്ങൾക്ക് ഇമാമാകാൻ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിനയം കാണിച്ച സിദ്ദീഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് ഖുത്ബ ഓതിയ പടിയിൽ വഫാത്തിനു ശേഷം സിദ്ദീഖ് തങ്ങൾ നിന്നില്ല. ഹബീബായ നബി തങ്ങൾ നിന്ന സ്റ്റെപ്പിൽ നിൽക്കാൻ എനിക്ക് അർഹതയില്ല. ഒരു സ്റ്റെപ്പ് താഴെ പുതുതായി പണിതിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന സ്റ്റെപ്പിൽ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചെയ്തത് ഈ ആദരവ് മുഴുവനും വഫാത്തിനു ശേഷവും കാണിച്ചു തന്ന മഹാൻ ഖബറൊരുക്കാൻ വേണ്ടി ജനങ്ങളോട് പറഞ്ഞു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് സമാന്തരമായി എനിക്ക് ഖബറൊരുക്കിക്കൂടാ. ഒരു സ്റ്റെപ്പ് താഴോട്ട് വേണം. എന്റെ ശിരസ് റസൂലുള്ളാഹി തങ്ങളുടെ തോളിനു നേരെ വന്നാൽ മതി. സമാന്തരമായി കിടക്കാൻ എനിക്ക് അധികാരമില്ല.
അതുകൊണ്ടാണ് സലാം പറയുമ്പോൾ ആദ്യം നബിതങ്ങൾക്ക്, അല്പം വലത്തോട്ട് നീങ്ങിയിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക്, പിന്നെയും വലത്തോട്ട് നീങ്ങിയിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക്. കാരണം ഇമാമ മഅ്മൂമിനെ പോലെയാണ് ഓരോരുത്തരും മാറി മാറി കിടക്കുന്നത്. അതവരുടെ വഫാത്തിന് ശേഷമുള്ള ആദരവാണ്, ബഹുമാനമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും 63-ാമത്തെ വയസ്സിൽ തന്നെയാണ് വഫാത്തായത്. രണ്ടുപേരും ഒരേ കാരണങ്ങളാൽ ഉഖറവിയായ ശുഹദാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഖറവിയായ ഷഹീദാണ്. ജൂത പെണ്ണു കൊടുത്ത വിഷഭക്ഷണത്തിന്റെ ചെറിയൊരംശം അവസാനം എഫക്ട് ചെയ്തിട്ടാണ് പനി ബാധിച്ചതെന്നും അക്കാരണത്താൽ ഷഹീദാണെന്നും അഇമ്മത്ത് രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ സൗർ ഗുഹയുടെ ഉള്ളിൽ നിന്ന് വിഷബാധയേറ്റതിന്റെ അംശം അവസാനം ബാധിച്ചിട്ട് ഷഹാദത്തിന്റെ കൂലി ഷഹീദുൽ മഹബ്ബ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുണ്ടെന്നും മഹാന്മാര് എഴുതുകയാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇത് മുല്ല അലിയുൽ ഖാരി മിർഖാത്തിൽ എഴുതിയിട്ടുണ്ട്. മനാഖിബിന്റെ അധ്യായങ്ങൾ വിശദീകരിച്ചു വരുന്നതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. വരട്ടെ, മഹാന്മാരുടെ അന്വേഷണമാണ്. എന്തേ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വഫാത്തിന്റെ കാരണം? സബബു വഫാത്തി അബീ ബക്കർ സിദ്ദീഖ് വഫാത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ആഘാതമാണ് മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വഫാത്തിന്റെ കാരണമെന്ന് അഇമ്മത്ത് എഴുതി വെച്ചുപോയി. അതല്ലേ അവര് തമ്മിലുള്ള സ്നേഹമെന്ന് പറയുന്നത്. സ്വഹാബത്തിന്റെ മഹബ്ബത്ത് സിദ്ദീഖ് തങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ ഇനി എവിടെ നിർത്താനാണ്? ഓരോ സ്വഹാബിക്കും പറയാനുള്ളത്, എനിക്ക് എന്റെ വാപ്പയേക്കാൾ വലുത്, എന്റെ ഉമ്മയേക്കാൾ വലുത്, എന്നേക്കാൾ വലുതെന്റെ ഹബീബ് തന്നെ. മോനെ, റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കണേ മോനെ. അതിനെന്ത് വേണം? നന്നായി സ്വലാത്ത് ചൊല്ലണം. ഒരു സിനിമയും കണ്ടിട്ട് നിന്റെ കണ്ണ് കേടുവരുത്തണ്ട. എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, സീരിയൽ കണ്ട് നേരം കളയണ്ട. രാത്രി സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കുമ്പോൾ സാഹിബു തർഫിൽ കഹീൽ വൽഖദ്ദിൽ ലസീൽ والزمزم والسلسبيل റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ എന്തൊരാനന്ദമാണ് മോളെ, എന്തൊരാനന്ദമാണ് മോളെ.